കിടക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും ഉണ്ടാവും ഞങ്ങളെ മക്കളും ഭർത്താവൊക്കെ. രാത്രി കിടക്കുന്ന പേരാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഞങ്ങളുടെ കൊച്ചി മക്കള് കിടക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും ഉണ്ടാവും ഞങ്ങളെ മക്കളും ഭർത്താവൊക്കെ. ഇവിടെ കിടക്കുന്ന ഈ പരിസരത്തിൽ തന്നെ വാസികളാണ് ഞങ്ങളും. ഈ വെള്ളം കയറ്റവും കാര്യങ്ങളും 20 വർഷമായി. 1-2 വർഷമല്ല, 20 സുനാമി 2004 സുനാമി വന്നതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ വീണ് കിടക്കണ കല്ലെങ്കിലും ഒന്ന് നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒരു ആശ്വാസം കിട്ടും. ബാക്കിയല്ല പിന്നെ ചെയ്യണ്ടുള്ളൂ. ഇത് ഞങ്ങളെ സർക്കാർ അവഗണിക്കണേണ്. വേറെ കാര്യമൊന്നും പറയാനില്ല. കൊല്ലം എത്രയാണ് ഇത് തുടങ്ങിയിട്ട്? നേരം കഴിയുമ്പോഴത്തേനും വെള്ളം കയറിയാലേ ഭക്ഷണം കഴിക്കാൻ വരെ ഞങ്ങൾക്ക് വരാൻ പറ്റണില്ല. ആരെങ്കിലും പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ കടൽ കൊണ്ടുപോകും. അങ്ങനത്തെ സ്ഥിതിയാണ്. മത്സ്യത്തൊഴിലാളികളുമാണ്. വലിയവർക്ക് എങ്ങനെങ്കിലും ഓടാ. ഈ കുഞ്ഞു പൈതങ്ങൾ എടുത്തിട്ട് എങ്ങനെ ഓടും? ഈ വെള്ളത്തിൽ ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഒരു രക്ഷയും കെട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ വെള്ളം മരുന്നുണ്ടാകാൻ പറ്റൂല. ഒരു കാറ് വരൂല, വണ്ടി വരൂല, അതൊന്നും വരൂല. ഓട്ടോ വിളിച്ചാ വരൂല. എവിടെ വരും? അവരുടെ ഓട്ടോ വരും. അവിടെ വരുമ്പോഴേക്കും ആരും വന്നൂല. ഞങ്ങൾക്ക് റോഡും കടലും വന്നാൽ ഞങ്ങൾക്ക് സമാധാനം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഞങ്ങളുടെ കൊച്ചി മക്കള് രാത്രി കിടക്കുന്ന പേരാണ്. ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഞങ്ങൾക്ക് വഴിയില്ല ഓടാനൊക്കെ. ബാക്കിൽ കടലിൽ ഫ്രണ്ടില് വെള്ളം ചെമ്മിക്കെട്ടാണ്. ആ ചെമ്മിക്കെട്ടിലെ വെള്ളം ഞങ്ങളുടെ സർക്കാത്തോട്ടാണ് കയറുന്നത്. പേര് ഞങ്ങളുടെ താങ്ങുമുറ്റം പൊങ്ങി ഈ കടലിൽ മണ്ണുകൊണ്ട് വെച്ചിട്ട്. അപ്പൊ ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ടില്ലേ. 10-20 കൊല്ലത്തോളം ഞാൻ ഈ സ്കൂളിൽ അറിയാമോ? ആരും വന്നാലും ചെയ്തരാന്ന് പറയാണ്ട് ഞങ്ങൾക്ക് ചെയ്തോടും. മാത്രമേ ഞങ്ങൾ പറയുന്നു. 20 വർഷം 5 ജീവൻ പൊളിഞ്ഞ സ്ഥലമാണ്. 20 വർഷമായിട്ടും ഈ ഒരു ജീവകൾ അതേ വിലപ്പിന്നെ കിടക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പേടിക്കാതെ 5 വെള്ളം കേട്ടിട്ട്